ആരോഗ്യം നൽകുന്ന പരുത്തി വസ്ത്രങ്ങൾക്ക് ഇന്ന് ലോകമെമ്പാടും വിപണന സാധ്യത ഏറുകയാണ്. കൃത്രിമ നൂലുകളിൽ സിന്തറ്റിക് നിറം കൊടുത്ത് ഉപയോഗിക്കുന്ന തുണികളിൽ നിന്ന് വ്യത്യസ്തമായി പണ്ടുകാലത്ത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പരുത്തി വസ്ത്രങ്ങൾ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വിളകളിൽ ഒന്നായിരുന്നു പരുത്തി. ഒരു പ്രധാന കാർഷിക നാര് എന്നതിന് പുറമെ രാജ്യത്തെ ഏറ്റവും മുന്തിയ വ്യവസായമായ തുണി വ്യവസായത്തിന് വേണ്ടത്ര അസംസ്കൃത വസ്തു പ്രദാനം ചെയ്യുന്ന വിളയെന്ന നിലയ്ക്കും പരുത്തിക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അതുല്യമായ സ്ഥാനമുണ്ട്. പല വ്യത്യസ്ത കാലാവസ്ഥകളിലും പരുത്തി കൃഷി ചെയ്തു വരുന്നു. വരണ്ട ഡെക്കൻ പീഠഭൂമി മുതൽ നനവാർന്ന പശ്ചിമ ബംഗാൾ സമതല പ്രദേശങ്ങൾ വരെ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പരുത്തി കൃഷിക്ക് മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, കർണാടകം, തമിഴ്നാട് എന്നിവയാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഏകദേശം 1600 ഹെക്ടറിൽ മാത്രമായി ഒതുങ്ങിക്കഴിയുന്നു. കരിമണ്ണാണ് ഏറ്റവും അനുയോജ്യമെങ്കിലും വെറും പൂഴിമണ്ണിലും മണൽ നിറഞ്ഞ ജൈവാംശമുള്ള കളിമണ്ണിലും 900 മീറ്റർ ഉയരം വരെയുള്ള ജലഗ്രഹണശേഷിയുള്ള എല്ലാ മണ്ണിലും പരുത്തി വളരും. കായ് വിളയുന്ന സമയത്തും വിളവെടുക്കുമ്പോഴും നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. മാൽവേസി സസ്യകുടുംബത്തിൽപ്പെട്ട പരുത്തിക്ക് അനേകം ജനുസുകളുണ്ട്. ദേശപരുത്തി, പൗരാണിക പരുത്തി, ഏഷ്യൻ പരുത്തി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവയാണ് പ്രധാന ഇനങ്ങൾ. പണ്ട് വീട്ടുവളപ്പുകളിൽ അലങ്കാര ചെടിയായും ഔഷധത്തിനായും നട്ടുവളർത്തിയിരുന്ന നാടൻ പരുത്തിയെന്ന കുരുപരുത്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇന്ന് കാണുന്ന അത്യുൽപാദന ശേഷിയുള്ള പരുത്തി ഇനങ്ങൾ എന്ന് അനുമാനിക്കപ്പെടുന്നു. അന്യമായി കൊണ്ടിരിക്കുന്ന ഈ ഇനം വർഷങ്ങളോളം രോഗകീടബാധയേൽക്കാതെ 10 മുതൽ 12 വർഷക്കാലം നിലനിൽക്കാനും ആദായം നൽകുവാനുമുള്ള കഴിവുണ്ട്. മറ്റിനം പരുത്തിക്കായ്കളെക്കാൾ വലിപ്പവും വെള്ള നിറവും കൂടുതലുമുണ്ട്. ഇവയിൽ നിന്നും ശേഖരിക്കുന്നത് തികച്ചും 100% ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്തരം പണി കൊണ്ടുള്ള വസ്ത്രനിർമ്മാണത്തിനാണ് ഇപ്പോൾ പ്രചാരം ഏറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാധ്യതയും അനന്തമാണ്. പാലക്കാട് ജില്ലയിലെ അഗളി സാരംഗ് ഗോപാലകൃഷ്ണന്റെ ജൈവ കൃഷിയിടത്തിൽ ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകി കൃഷി ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നുള്ള വിത്ത് ശേഖരിച്ച് ബാലരാമപുരത്തെ ഹാൻഡ്ലൂം വീവേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇതിന്റെ വ്യാപകമായ കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പരുത്തി വർഷങ്ങളോളം നിലനിൽക്കുന്നതായ പരുത്തിയാണ്. ഇപ്പോൾ അട്ടപ്പാടിയിൽ ധാരാളം പരുത്തി കൃഷിയുണ്ട്. പക്ഷേ ഈ പരുത്തി കൃഷി മുഴുവനും അടിമുടി വിഷം അടിച്ചിട്ടാണ് ഇവിടെ പരുത്തി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷം അടിക്കുന്നില്ലെങ്കിൽ പരുത്തി ഉണ്ടാവില്ല. മറിച്ച് നമ്മളുടെ ഈ നാടൻ പരുത്തി ഇതിപ്പോൾ ഈ ഒരു ചെടി ഒരു 10 വർഷത്തിന് മേലെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം തുടർച്ചയായിട്ട് ഇതിനകത്ത് ഇങ്ങനെ വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ എത്ര കിട്ടുന്നുണ്ട്, എങ്ങനെ കിട്ടുന്നുണ്ടെന്നുള്ളൊരു അളവ് നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ഉപയോഗിക്കേണ്ടതായ ഒരു ഘട്ടം നമുക്ക് എത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും ഇത് ഒരിടത്തും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വിത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത് വളർത്തിക്കൊണ്ടിരിക്കുക. വളർത്തുക എന്ന് പറഞ്ഞാൽ തന്നെത്താനെ ഓരോ വർഷം ഉണ്ടാകുന്നു, അതിൻ്റെ കുരു വീഴുന്നു, മുളയ്ക്കുന്നു, അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങൾ പ്രത്യേക ശുശ്രൂഷ ഒന്നും കൊടുക്കുന്നില്ല. ഇത് ഇപ്പോൾ ഈ കുന്നും പ്രദേശത്ത് ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. ഇവിടെ ഉറവുണ്ടായിരുന്നില്ല. ആ ഉറവ് ഞങ്ങളുടെ വാട്ടർഷെഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉറവുണ്ട്, ഇപ്പോൾ വെള്ളമുണ്ട്. എങ്കിൽ പോലും കൃഷിക്ക് ജലസേചനം നടത്തത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമായിട്ടില്ല. ഞങ്ങളത് ഉദ്ദേശിക്കുന്നുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് ജലസേചനം നടത്തി കൃഷി ചെയ്യാനുള്ള ഭൂമിയേക്കാൾ കൂടുതൽ ഉണങ്ങിയ ഭൂപ്രദേശമാണുള്ളത്. ആ ഉണങ്ങിയ ഭൂപ്രദേശത്താണ് നമ്മൾ കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ കുന്നിൻ്റെ പുറത്ത് ജലസേചനത്തിനൊരു സൗകര്യം ഇല്ലാതിരുന്നിട്ട് കൂടി ഈ പരുത്തി വളരെ കരുത്തോടു കൂടി വളരുന്നു. ഇതിന് രാസവളങ്ങളോ കീടനാശിനികളോ ഒരു തരത്തിലുള്ള ജൈവവളം പോലും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. മണ്ണിൻ്റെ ഗുണം കൊണ്ട് അത് തന്നെ വളർന്നു വരുന്നു എന്നുള്ളതുള്ളൂ. എന്നിട്ട് പോലും ഈ പരുത്തി നിൽക്കുന്നുണ്ട്. ഇത് ഒരു ശുശ്രൂഷയും വേണ്ട, ജലസേചനം വേണ്ട എന്നുള്ളത് കൊണ്ട് ഈ പരുത്തി നമുക്ക് എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം. ഇനി അത് ഒരു വലിയ കൃഷിഭൂമിയിലായിട്ട് ചെയ്തില്ലെങ്കിലും 1-2 സെൻറ്റുള്ള ഒരാൾ പൂച്ചെടി വളർത്തുന്നാൽ വീടിൻ്റെ മുറ്റത്ത് 1-2 ചെടി വളർത്തിയാൽ പോലും ഇതിന് വർഷം മുഴുവനും വിളവെടുക്കാൻ കഴിയുന്നത് കൊണ്ടും ഇത് നന്നായിട്ട് ശുശ്രൂഷിക്കാനും നമുക്ക് ആദായം എടുക്കാനും കഴിയുന്ന ഒരു സാധനമാണ്. അപ്പോൾ സാരംഗിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പരുത്തി
ഞങ്ങൾ കുറച്ച് കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്നതായ പരുത്തി ഉപയോഗിച്ച് നൂല് നൂറ്റ് അതിൽ നിന്ന് വസ്ത്രം ഉണ്ടാക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെ വിദൂര സ്വപ്നം. പക്ഷെ എന്നാൽ ഈ അടുത്ത ഇടയ്ക്ക് ബാലരാമപുരത്തുള്ള കൈത്തറി സംഘമായിട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പരുത്തി ശേഖരിച്ച് കൊടുത്താൽ അവർ പകരം വസ്ത്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള ഈ സിന്തറ്റിക് തുണികൾ ഉപയോഗിക്കുന്നത് ആത്മഹത്യാപരമായ ഒരു സംഗതിയാണ്. പിന്നെ നിർവാഹമില്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ ഉപേക്ഷിച്ചു. പിന്നെ ഇപ്പോൾ ഖാദിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വന്തം പറമ്പിലുണ്ടായ പരുത്തി കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി ഇടാൻ കഴിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത് ഭാരതത്തിലാണെങ്കിലും ഉൽപാദനത്തിൽ 4ാം സ്ഥാനമാണ് നമുക്കുള്ളത്. എന്തായാലും തുണിത്തരങ്ങളുടെ കയറ്റുമതിയിൽ ഏറ്റവും മുന്നിട്ട രാജ്യങ്ങളിൽ ഒന്നായി മാറാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ 1600 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് പരുത്തി കൃഷിയുള്ളത്. പ്രമുഖ്, സുജാത, സുവിൻ, സുമൻ, വരലക്ഷ്മി, കന്തുവ, ഹാപ്പി അമരാവതി, ശ്യാമിലി, BT കോട്ടൺ തുടങ്ങി ഒട്ടനവധി ഇനങ്ങൾ കൃഷി ചെയ്തു വരുന്നു. ഇവ കൂടാതെ ജനിതക മാറ്റം വരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന RCHB 708 പോലുള്ള വിത്തുകളും കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. മഴക്കാല ആരംഭത്തിന് മുൻപ് തന്നെ വിത്ത് വിതയ്ക്കാൻ തയ്യാറെടുക്കണം. പരുത്തിയുടെ വേരുകൾ ആഴത്തിൽ പടർന്നു വളരുന്നതിനാൽ 15 മുതൽ 20 സെന്റിമീറ്റർ താഴ്ചയിൽ ഉഴുത് നിരപ്പാക്കണം. അടിവളമായി 1.5 ഏക്കറിന് 2 ടൺ ജൈവവളമിട്ട് നിരപ്പാക്കി വിത്ത് വിതയ്ക്കുകയോ ചെയ്യാം. ചെടികൾ തമ്മിൽ 45 സെന്റിമീറ്ററും നിരകൾ തമ്മിൽ 60 സെന്റിമീറ്ററും അകലം നൽകണം. നുരിയിടാൻ 1.5 ഏക്കറിന് 10 കിലോ വിത്ത് വേണ്ടിവരും. കൃഷിസ്ഥലം നന്നായി നനച്ച ശേഷമാണ് വിത്തിടേണ്ടത്. 5ാം ദിവസം മുള പൊട്ടും. 1 മാസം കഴിഞ്ഞ് 50 കിലോ വീതം യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് ഇവ കലർത്തി വിതറി ചെറുതായി ഇടയിളക്കി കള നീക്കം ചെയ്യണം. 2 ആഴ്ചയിലൊരിക്കൽ നന കൊടുക്കുകയും വേണം. 8 മാസക്കാലം കൊണ്ട് വിളവെടുപ്പിന് തയ്യാറാകുന്നു. ചെടിയിൽ നിന്ന് തന്നെ പരുവപ്പെട്ട ഉണങ്ങിയ പഞ്ഞി നല്ല വെയിലുള്ള സമയമാണ് ശേഖരിക്കേണ്ടത്. പറിച്ച ഉടനെ പുറംതോട് മാറ്റി ഈർപ്പം തട്ടാതെ അട്ടിയായി സൂക്ഷിച്ച് മൊത്ത വിളവെടുപ്പിന് ശേഷം വിൽക്കാം. 1.5 ഏക്കറിൽ നിന്നും 8 ടൺ വിളയാണ് പ്രതീക്ഷിക്കുന്നത്. ക്വിന്റലിന് 2500 മുതൽ 3000 രൂപ വരെ വില കിട്ടും. 8 മാസത്തെ കൃഷിക്ക് ചെലവ് 10,000-ഓളം ആകും. വിളവിലയായിട്ട് 20,000 രൂപ ലഭിക്കും. കൃഷി ചെലവ് കഴിഞ്ഞ് 8 മാസത്തിനുള്ളിൽ 10,000 രൂപ ലാഭം കിട്ടും. നോക്ക്, പ്രസവം ആശുപത്രിയിൽ തന്നെ വേണം, വൃത്തിയും സുരക്ഷിതവുമായ സ്ഥലത്ത്. ഇതല്ലേ നീയും ആഗ്രഹിക്കുന്നത്? അതെ അതെ. അതെ അതെ അല്ല, പ്രസവം ആശുപത്രിയിൽ തന്നെ വേണം. ഓർമ്മയില്ലേ ജനനി സുരക്ഷാ പദ്ധതിയെ കുറിച്ച് ആശ എന്താണ് പറഞ്ഞതെന്ന്? ഈ പദ്ധതിയിൽ ശരിയായ സമയത്ത് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ANM സിസ്റ്ററിന്റെ അടുത്ത് പേര് രജിസ്റ്റർ ചെയ്യണം. അവിടെ നിന്ന് ഗർഭാവസ്ഥയിലെയും പ്രസവ സമയത്തെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും. ശരി ശരി. പക്ഷേ ആശുപത്രിയിലെ ചിലവ്? ആശുപത്രി ചിലവും സഹായവും കിട്ടും. മനസ്സിലായോ? ശരിയാണ്. ആശയുടെ സഹായത്തോടെ നിങ്ങളുടെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. പിന്നെ സുരക്ഷിത മാതൃത്വത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കൂ. ആരോഗ്യമുള്ള ഭാരതത്തിന്റെ ആരംഭം ആരോഗ്യമുള്ള കുടുംബത്തിൽ നിന്നാണ്, നിങ്ങളിൽ നിന്ന്. എന്താണ് ഈ പരുത്തി കൃഷി ഈ മേഖലയിൽ വ്യാപിക്കാൻ കാരണം? എന്താണ് വ്യാപിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത് ഈ പ്രദേശത്ത് മഴ കുറവാണ്. അപ്പോൾ ഈ വലിയ നനവ് വേണ്ട, വെള്ളം വേണ്ട എന്നുള്ളൊരു കൃഷിയാണ് പരുത്തി. അപ്പോൾ അതുകൊണ്ടാണ് അധികം എല്ലാ ആൾക്കാരും ഇവിടെ പരുത്തി കൃഷി ചെയ്യുന്നത്. പിന്നെ പരുത്തി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെറിയ ആൾ തുടങ്ങി അധ്വാനം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്. അത് കുറച്ച് ഭൂമിയുള്ളവർക്കും കൂടുതൽ ഭൂമിയുള്ളവർക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഈ മറ്റ് കൃഷിക്കാട്ടിലും കൂടുതൽ കൃഷി ചെലവുകളോ അല്ലെങ്കിൽ അതിന്റെ കായികാധ്വാനങ്ങളോ മറ്റു കൂടുതൽ ആവശ്യമുണ്ടോ? ഇല്ല, വരുന്നില്ല. ചെലവും കുറവാണ്, പിന്നെ അധ്വാനം വളരെ കുറച്ച് മതി.
ഇത് ഏതാനും പരുത്തിയാണ് ഇവിടെ കൃഷി? ഇത് ചെയ്തിരിക്കുന്ന രാസി എക്സൽ എന്ന് പറഞ്ഞിട്ട് RCH എന്ന് പറയും. അതായത് ഇത് ഈ അന്തകൻ വിത്ത് എന്ന് ആണ് ഇത് ആണല്ലേ? അപ്പൊ ഇതിന്റെ വിത്ത് വീണ്ടും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അത് വീണ്ടും ഇതിന്റെ പുതിയ വിത്ത് തന്നെ ഉപയോഗിക്കാം. നമ്മുടെ പാരമ്പര്യ വിത്തുകളെല്ലാം പോയതിനു ശേഷം ഈ അന്തകൻ വിത്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ അത് ഇവിടെ എല്ലാം വ്യാപകമായി. അപ്പൊ ഇത് ഈ അന്തകൻ വിത്ത് എന്ന് പറയുന്ന സാധാരണ മറ്റേ രോഗകീടങ്ങളിൽ നിന്നും അതീതമായിട്ടുള്ള വിത്തെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പൊ താങ്കളുടെ അനുഭവത്തിൽ എങ്ങനെയാണ്? അത് ശരി തന്നെയാണ്. അസുഖങ്ങൾ വളരെ കുറവേ വരുന്നുള്ളൂ. പിന്നെ പുഴു ശല്യം ഉണ്ടാവാറുണ്ട്, അതും വളരെ കുറവേ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണ്. ബാലൻ ഈ ഒരു രംഗത്ത് വരാനുള്ളൊരു പ്രധാന കാരണം, ഒരു ചെറുപ്പക്കാരനാണല്ലോ, എന്നാൽ പ്രധാന കാരണം ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ തൊഴിലൊന്നും ഇല്ലാതെ കൃഷിയായിട്ട് സുഖമായിട്ട് ഒരു പ്രശ്നം വരുന്നില്ല, ജീവിച്ചു പോകുന്നുള്ളൂ. അങ്ങനെയാണ്. എത്ര ഏക്കർ സ്ഥലമുണ്ട്? എനിക്കുള്ളത് 1.5 ഏക്കറാണ്. 1.5 ഏക്കർ. ഈ 1.5 ഏക്കറിലും ഇവിടെ ഈ ജലസേചന സൗകര്യം ഉണ്ടായിട്ട് പോലും ഈ പരുത്തി കൃഷി മാത്രം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? അതോ? അല്ല, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എല്ലാം അങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട്. എന്നാലും ഈ പരുത്തി കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷം? ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. ഈ 1 വർഷത്തിലുള്ള ഒരു അനുഭവം എന്തൊക്കെയാണ് ഇതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിലം ആദ്യം ഒഴുകുന്നു. പിന്നെ നമ്മൾ വിത്ത് നടുകയാണ്. വിത്ത് നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിത്ത് മേടിച്ചതിന് ശേഷം 4 അടി വീതിയിൽ നമ്മൾ ഇത് ചാലുണ്ടാക്കുന്നു. എന്നിട്ട് അതിൽ 1 മീറ്റർ വ്യത്യാസത്തിൽ ഓരോ വിത്ത് നടന്നു. പിന്നെ അതിൽ വിത്ത് അവർ തരുമ്പോൾ 2 സൈസ് വിത്ത് തരാറുണ്ട്. അതിൽ ഒരു 4 ലെയർ ചുറ്റോട് ചുറ്റ് ഒരു വേറെ വിത്താണ് തരുന്നത്. പിന്നെ നടുക്കിൽ നടാനുള്ള വിത്തും വേറെ തരുന്നത്. ഈ പരാഗണ സൗകര്യത്തിന് വേണ്ടി? അല്ല, പരാഗണ സൗകര്യത്തിന് വേണ്ടിയില്ല, ഈ അസുഖം കുറയാനും പിന്നെ പുഴുശല്യം ഉണ്ടാവുന്ന ഈ 4 ലെയറിലാണ് മാത്രമേ. പ്രത്യേകം വിത്താണ്? പ്രത്യേകം. ഇല്ല, പേരൊന്നുമില്ല. ഇതിന്റെ കൂടെ തന്നെയാണ് അത് വരുന്നത്, വേറെ ഇതായിട്ടൊന്നുമില്ല. അപ്പൊ അത് ആ ലെയറിൽ പുഴുക്കൾ കൂടുകയാണെങ്കിൽ തന്നെ ആ ലെയറിൽ നിൽക്കും, അകത്തോട്ട് കയറുന്നില്ല. അപ്പൊ ഈ പിന്നെ വിതയ്ക്കുന്നതിന് മുമ്പായിട്ട്, നില ഉഴുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ വളം ഇടും? വളമൊന്നും ഇടുന്നില്ല, ചാണകം മാത്രമേ ആദ്യം അടിവളം ഇടുന്നുള്ളൂ. അതിനുശേഷം പിന്നെ 1 മാസം കഴിയുമ്പോൾ കുറച്ച് യൂറിയ, പൊട്ടാഷ്, രാജ്ബോസ് 3 കൂടെ എത്ര പ്രായം അതിന് ശേഷം? ഒരു മാസത്തിലേ തുടങ്ങും. 1 മാസത്തിൽ. അടിവളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? അടിവളം കൊടുക്കുന്നത് ചാണകം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു 1.5 ഏക്കർ? 1.5 ഏക്കർ. 1 ടണ്ണ് തുടങ്ങി 2 ടണ്ണ് വരെ ഉള്ള എത്ര ലഭിക്കുന്നുണ്ടോ അതനുസരിച്ച് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വിത്ത് എങ്ങനെയായിരുന്നു? വിത്ത് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിയിൽ 4 അടി വീതി പിടിച്ചിട്ട് 1 മീറ്റർ ഇതില് വ്യത്യാസത്തില് വിത്ത് നടന്നു. 1 മീറ്റർ പാത്തിയുണ്ട്. അല്ല, 4 അടി തടം ഉണ്ടാക്കുന്നു. അതില് 1 മീറ്റർ വ്യത്യാസത്തില് ഓരോ കുരു 1 മീറ്റർ 3 അടി വ്യത്യാസം അളവിൽ വേണം നടാൻ. അപ്പൊ ഈ 4 അവർ തരുമ്പോ 2 സൈസ് വിത്താണ് തരുന്നത്. അത് ചുറ്റും 4 ലെയർ വേറെ ഒരു ഇത് നടണം, നടുക്കില് വേറൊരു വിത്ത് നടണം. അധിക പരിചരണമോ വളപ്രയോഗമോ പരുത്തി കൃഷിക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് പരുത്തി കൃഷിയുടെ സവിശേഷത. ഇവിടങ്ങളിൽ ജൈവ പരുത്തി കൃഷിയുടെ സാധ്യതകൾ ഏറുകയാണ്. മറ്റു പരുത്തിയേക്കാൾ ഇവയുടെ പഞ്ഞിക്ക് ഇരട്ടിയോളം വില കിട്ടുമെന്നുള്ളതും ഈ രംഗത്ത് കൂടുതൽ ആളുകളെ ആകർഷിക്കുമെന്ന് കരുതുന്നു. പരിപൂർണമായി ജൈവ പരിസ്ഥിതിയിൽ വളർത്തുന്ന പരുത്തിയിൽ ഉണ്ടാക്കുന്ന പഞ്ഞിയിൽ നിന്നും നൂറ്റുണ്ടാക്കുന്ന തുണിക്ക് വാതരോഗത്തെ അകറ്റുവാൻ കഴിയുമെന്ന് അഗസ്ത്യ സംസ്കൃതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത്തരം വസ്ത്രങ്ങളിൽ ആയുർവേദ വിധി പ്രകാരമുള്ള മരുന്നുകൾ മുക്കി ധരിക്കുമ്പോൾ വിവിധ രോഗങ്ങളെ അകറ്റി ശരീരത്തിന് ശക്തിയും ഓജസ്സും പ്രദാനം ചെയ്യാൻ കഴിയുന്നു. ഇതുമൂലം പാരമ്പര്യ കൈത്തറി തൊഴിലാളികൾക്കും പരുത്തി കർഷകർക്കും ഔഷധ കൃഷിക്കുമെല്ലാം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും. കഴിഞ്ഞ 17 വർഷമായി ബാലരാമപുരം ഹാൻഡ്ലൂം വീവേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി ആയുർവസ്ത്ര എന്ന ബ്രാൻഡിൽ കാഷായ വസ്ത്ര നിർമ്മാണ രംഗത്തുണ്ട്. ആയുർവേദ, സിദ്ധ, മർമ്മ ചികിത്സാ രംഗത്തെ പ്രമുഖരുടെ പിന്തുണയും ഇതിനുണ്ട്. ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധ ചെടികളും വേരും തൊലിയും പൂവും കായ്കളുമാണ് യോഗവിധി പ്രകാരം തയ്യാറാക്കി ശുദ്ധമായ പരുത്തി വസ്ത്രങ്ങളിലും നൂലുകളിലും പ്രയോഗിക്കുന്നത്. ഓരോ രോഗത്തിനുമുള്ള കഷായക്കൂട്ട് തയ്യാറാക്കി നെയ്തെടുക്കുന്ന വസ്ത്രം കഷായക്കൂട്ടിൽ മുക്കി പരുവപ്പെടുത്തുമ്പോൾ അത് ഔഷധവീര്യമുള്ള വസ്ത്രങ്ങളായി തീരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ സഹായത്തോടെ 40 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഡീസെൻട്രലൈസ്ഡ് സ്പിന്നിംഗ് യൂണിറ്റ് ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലാകമാനം അനുവദിച്ച 30 യൂണിറ്റുകളിൽ കേരളത്തിന് ലഭിച്ച ഒന്നാണ് ഈ പ്രോജക്റ്റ്. ഇവിടെ ഞാൻ പറയുന്നത് ഈ ഡീസെൻട്രലൈസ്ഡ് സ്പിന്നിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. ഇവിടെ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഡീസെൻട്രലൈസ്ഡ് സ്പിന്നിംഗ് മിൽ യൂണിറ്റ് വൻകിട സ്പിന്നിംഗ് മിൽ യൂണിറ്റിൻ്റെ ഡീസെൻട്രലൈസ്ഡ്
ഡീസെൻട്രൽ ചെയ്ത ഒരു രൂപമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് ജൈവ പഞ്ഞി, കൃഷി ചെയ്ത പഞ്ഞി കളക്ട് ചെയ്ത് ഇവിടെ യാണാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ സ്പിന്നിങ് മില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലും കൂടി നമുക്ക് 100% ജൈവ ഓർഗാനിക് കോട്ടൺ നമ്മുടെ ആയുർവേദ ക്ലോത്ത് ഡൈയിങ്ങിന് വേണ്ടി ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൂടി തന്നെ ജൈവ കൃഷിയിലൂടെ കോട്ടൺ കൃഷി കേരളത്തിൽ വളരെ വിപുലമായി നമുക്ക് ഒരു വ്യവസായ കൃഷിയാക്കി മാറ്റാൻ സാധിക്കുകയും അതിലൂടെ നമുക്ക് 100% ആയുർവേദ ഡൈയിങ്ങിന് ആവശ്യമുള്ള 100% ജൈവ കോട്ടൺ, ഓർഗാനിക് കോട്ടൺ യാണ് പ്രൊഡ്യൂസ് ചെയ്യാനും ഈ മില്ലിൽ സാധിക്കും. അപ്പം ഈ മില്ല് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റൂറൽ ഡിപ്പാർട്ട്മെൻറ്റും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി ഏകദേശം 1 കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ സ്പിന്നിങ് മില്ലിൽ ഉള്ളത്. അപ്പോൾ ഈ സ്പിന്നിങ് മില്ലിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ യന്ത്ര സാമഗ്രികളെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ജിന്നിങ് മെഷീനാണ്. ജിന്നിങ് മെഷീൻ അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ജിന്നിങ് മെഷീൻ. ഇത് കോട്ടൺ കർഷകരിൽ നിന്ന് നമ്മൾ കൃഷിക്കാരിൽ നിന്ന് പഞ്ഞി വാങ്ങിയിട്ട് വിത്ത് വേർതിരിച്ച് ഫൈബർ സെപ്പറേറ്റ് ചെയ്യുന്ന ആദ്യത്തെ യൂണിറ്റാണ് ജിന്നിങ് മെഷീൻ. ഈ ജിന്നിങ് മെഷീനിൽ വെച്ച് പൂർണ്ണമായിട്ട് ഫൈബർ വേർതിരിപ്പിക്കുകയും കോട്ടൻ്റെ സീഡെല്ലാം കളഞ്ഞ് വളരെ സ്മൂത്താക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഈ ജിന്നിങ് മെഷീനിൽ ഫസ്റ്റ് കോട്ടൺ നമ്മൾ കർഷകരിൽ നിന്ന് കൊണ്ടുവന്ന കോട്ടൺ അതിൻ്റെ സീഡ്സ് മാറ്റിയെടുത്ത്, വിത്തുകൾ മാറ്റിയെടുത്ത് അതിൻ്റെ പഞ്ഞിയെ വേർതിരിക്കുന്ന ഒരു മെഷീനാണ് ജിന്നിങ് മെഷീൻ. രണ്ടാമത്തെ മെഷീൻ ഈ കാണുന്ന കാർഡിങ് മെഷീനാണ്. ഈ കാർഡിങ് മെഷീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജിന്നിങ് മെഷീനിൽ നിന്ന് എടുത്ത പഞ്ഞിയെ കാർഡിങ് മെഷീനിൽ കൊണ്ടുവന്നിട്ട് ലിൻഡാക്കി മാറ്റുന്ന, തിരിയാക്കി മാറ്റുന്ന, കനം കൂടി തിരിയാറ്റി അതിൻ്റെ ഫൈബറുകൾ വേർതിരിച്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ഈ കാർഡിങ് മെഷീൻ. ഈ കാർഡിങ് മെഷീനിൽ നിന്ന് കിട്ടുന്ന ലിൻഡുകളെ, അതായത് തിരികളെ, വലിയ തിരികളെ അടുത്തതായി ട്രാപ്റ്റ് മെഷീനിൽ കൊണ്ടുവന്നിട്ട് അതിനെ 7 ലിൻഡുകളെ ഒന്നിച്ച് ഒരു നൂലാക്കി ട്രാപ്റ്റ് മെഷീനിൽ കൂടി പുറത്തു വരുന്നു. അപ്പം ഈ ട്രാപ്റ്റ് മെഷീനിൽ കൂടി വരുന്ന ഈ ലിൻഡിനെ അടുത്ത 4ാമത്തെ മെഷീനായ ഫ്ലയറിൽ കൊണ്ടുവന്നിട്ട് അതിനെ 2 വളരെ നേർമയായ തിക്നെസ് ഉള്ള, അതായത് 2 കൗണ്ടിൻ്റെ തിക്നെസ് വരും, 2 കൗണ്ട് എന്ന് പറയാം, അതിൽ ആ രൂപത്തിൽ ഫ്ലയർ മെഷീനിൽ കൂടി വേർതിരിച്ചെടുക്കുന്നു. അവിടെ നിന്ന് ഈ ഫ്ലയർ മെഷീനിൽ കിട്ടുന്ന യാണിനെ ലാസ്റ്റ് സ്റ്റേജായ ഈ ട്രിങ് മെഷീനിൽ, ഇതാണ് സ്പിന്നിങ് മില്ലിൻ്റെ ഫൈനൽ സ്റ്റേജ്. ഈ ട്രിങ് മെഷീനിൽ കൊണ്ടുവന്ന് ഈ സ്റ്റേജിൽ കിട്ടുന്ന ഫ്ലയറിൽ കിട്ടുന്ന ഈ രൂപത്തിലുള്ള ഈ തിക്നെസ് കൂടിയ യാണിനെ ഇവിടെ നിന്ന്, അതായത് ഇതിൻ്റെ 1 മീറ്ററിനെ 25 മീറ്ററായിട്ട് ഇവിടെ നൂലാക്കി മാറ്റുന്ന ഒരു സ്റ്റേജിലാണ് ഈ റിംഗ് മെഷീനിൽ അവസാനത്തെ ഏറ്റവും കനം കുറഞ്ഞ നൂല് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൗണ്ടുകളെന്ന് പറയുമ്പോൾ 20 കൗണ്ട്, 30 കൗണ്ട്, 40 കൗണ്ട്, 60 കൗണ്ട്, 100 കൗണ്ട്, 120 കൗണ്ട് എന്ന രൂപത്തിൽ വിവിധ കനങ്ങളിൽ, തിക്നെസ്സിൽ നമുക്ക് ഈ റിംഗ് സ്പിന്നിൽ നൂലുകളെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ നൂലുകളെ അവസാനത്തെ സ്റ്റേജായ ബൈൻഡിങ് മെഷീനിലോട്ട് കൊണ്ടുപോയിട്ട് ആ ബൈൻഡിങ് മെഷീനിൽ നമ്മൾ ഹാങ് ആക്കി മാറ്റുന്നു, യാണാക്കി മാറ്റുന്നു.
തേങ്ങ വീണ്ടും നമ്മൾ പ്രത്യേക കൗണ്ട് അനുസരിച്ച് വേർതിരിച്ച് ആയുർവേദ ഡൈയിങ് ചെയ്ത് നമ്മൾ വീതി ചെയ്ത് വ്യത്യസ്ത രീതിയിലുള്ള ഗാർമെൻ്റാക്കി പ്രൊഡക്റ്റുകളാക്കി മാറ്റുന്നു. അപ്പം ഈ ഡീസെൻട്രലൈസ്ഡ് സ്പിന്നിങ് മില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമത്തിലെ നെയ്ത്തുകാരെയും കോട്ടൺ കൃഷിക്കാരെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ മില്ല് കൊണ്ട് വളരെ ഉപകാരപ്രദമാണ്. ഔഷധ വസ്ത്രത്തിന്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ യന്ത്ര സംവിധാനത്തിൽ പഞ്ഞിക്കുരു വേർപെടുത്താനും നൂലാക്കാനും തുടർന്ന് ഔഷധ നിറങ്ങൾ നൽകുവാനും കഴിയുന്നുണ്ട്. ഇപ്രകാരം തയ്യാറാക്കുന്ന നൂലുകളെ 3 മണിക്കൂർ തണുത്ത വെള്ളത്തിൽ കുതിർത്ത ശേഷം ഉണക്കി ഔഷധക്കൂട്ടിൽ മുക്കുന്നു. ഇത്തരം നൂലുകൊണ്ട് നെയ്യുന്ന തുണികളാണ് ആയുർവസ്ത്രമായി തീരുന്നത്. ഒരു കാലത്ത് ലോക വസ്ത്രവിപണി ഇന്ത്യയുടെ കുത്തകയായിരുന്നു. ഇന്ത്യൻ വസ്ത്ര വ്യവസായത്തെ തകർക്കാൻ ബ്രിട്ടീഷ് കോളനി ഭരണക്കാർ ശ്രമിച്ചത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാണ്. ആഗോളവൽക്കരണത്തെ തുടർന്ന് ചൈന വസ്ത്രവിപണിയിൽ പിടിമുറുക്കുമ്പോൾ ഭാവിയിൽ ആയുർവസ്ത്രത്തിലൂടെ നമുക്കത് ചെറുക്കാൻ കഴിഞ്ഞേക്കും. സിന്തറ്റിക് നിറങ്ങൾ ക്യാൻസറിന് കാരണമെന്ന് കണ്ടെത്തി അതിനെതിരെ നീങ്ങുമ്പോൾ ആയുർവേദ ഔഷധ മരുന്നുകൾ കൊണ്ടുള്ള വസ്ത്ര വ്യാപാരത്തിലൂടെ വിപണി തിരിച്ചുപിടിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് ആശിക്കാം.